3 ദിവസങ്ങളിലായി നടന്നുവന്ന കേരള NGO യൂണിയൻ 63ാം സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. കോട്ടയത്ത് നടന്ന സമ്മേളനം പ്രസിഡന്റായി MA അജിത് കുമാറിനെയും ജനറൽ സെക്രട്ടറിയായി MV ശശിധരനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി തുടരുന്നതിനിടയിലാണ് NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം പ്രശസ്ത മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ് വരദരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുന്നോടിയായി നടന്ന സംസ്ഥാന കൗൺസിൽ യോഗമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പാലക്കാട് സ്വദേശി MA അജിത് കുമാറിനെ പ്രസിഡന്റായി സമ്മേളനം തെരഞ്ഞെടുത്തു. Linked to this, of course, is the attack on the right to free speech of ordinary citizens. So, in other words, for the government, it's not enough to target journalists, to target trade unions, to target farmers' organizations, to target students' unions or teachers' unions. They also need to ensure that ordinary citizens feel afraid to raise their voice. And again, there are many examples of ordinary citizens speaking out on social media, ending up with cases filed against them, their right to free speech being attacked. കണ്ണൂർ സ്വദേശി AV ശശിധരനാണ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി. ഇവിടെ ജീവനക്കാരെ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ടും ഇനിയും ജീവനക്കാരെ സ്ഥലം മാറ്റുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കോട്ടയം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് ജീവനക്കാർ പ്രകടനത്തിൽ അണിനിരന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് അതിൻ്റെ ആദ്യ തീരുമാനങ്ങളിൽ തന്നെ വ്യക്തമാകുകയാണ്. അത് ജീവനക്കാരെയാണ്, സിവിൽ സർവീസിനെയാണ് ഏറ്റവും ആദ്യം പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ജീവനക്കാരെ സ്ഥലം മാറ്റാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ സിവിൽ സർവീസിനെ തന്നെ തകർക്കുന്നതാണ് ഇപ്പോൾ പുറത്തിറക്കിയ ധവളപത്രം. ആ ധവളപത്രത്തിലൂടെ തന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതി എന്ന റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ പരിഗണനയിലോ അല്ലെങ്കിൽ സർക്കാർ ഈ ധവളപത്രത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സെമിനാറുകളിൽ KK ശൈലജ ടീച്ചർ, VN വാസവൻ, P രാജീവ്, ബംഗാളിൽ നിന്നുമുള്ള ദീപ്സി ദർദർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സമ്മേളനം ഇന്ന് സമാപിക്കും. സാംജിത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.